Hi students, ഇന്ന് നമ്മൾ നവോദയ എക്സാമിൻ്റെ പാർട്ട് 7 എംബഡഡ് ഫിഗേഴ്സ് സ്പോട്ടിംഗ് ഔട്ട് ദ എംബഡഡ് ഫിഗർ എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഇതിനായിക്കൊണ്ട് ഒരു മോഡൽ ഫിഗർ തന്നിട്ടുണ്ട്, 4 ആൻസർ ഫിഗറും തന്നിട്ടുണ്ട്. ഈ ആൻസർ ഫിഗറിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ കണ്ടെത്തണം. ഈ മോഡൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന രൂപം ഒളിഞ്ഞു കിടപ്പുണ്ട്, കണ്ടെത്തണം, മാർക്ക് ചെയ്യണം. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതെങ്ങനെ നോക്കാം. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ബി ഫിഗറിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഒളിഞ്ഞു കിടക്കുന്നത്, അതുകൊണ്ട് ബി ഓപ്ഷനാണ് കറക്റ്റ്. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതേപോലെ കണ്ടെത്താം. ക്വസ്റ്റ്യൻ ഫിഗർ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഷേപ്പ് തന്നിരിക്കുന്ന 4 ഫിഗറുകളിൽ ഒന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്, അതിൽ നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. നോക്കാം. ഇവിടെ ഓപ്ഷൻ എയിൽ ദേ ഷേപ്പ് ഒളിഞ്ഞു കിടക്കുന്നു, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒപ്പം നമ്മൾ മറ്റ് ചിത്രങ്ങളിൽ ഈ ഷേപ്പ് ഉണ്ടോ എന്ന് കൂടെ നമ്മൾ പരിശോധിക്കുകയും വേണം. മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യനുകൾ എല്ലാം ചെയ്യുമ്പോൾ ഉത്തരം കണ്ടുപിടിക്കുന്നതിനോടൊപ്പം മറ്റു ഓപ്ഷനുകൾ എന്തുകൊണ്ട് ഉത്തരമായില്ല എന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഉറപ്പിച്ച് പോകണം, നമ്മുടെ ആൻസർ ഉറപ്പിച്ച് പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ കണ്ടെത്തിയോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയോ? ലെഫ്റ്റ് സൈഡിലെ ചിത്രം നോക്കാം. 4 ചിത്രങ്ങളിലും നോക്കണം ഈ ഷേപ്പ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് കണ്ടെത്തണം. ബി ഓപ്ഷനിലാണ് നമുക്ക് ഈ ചിത്രം ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ബി ഓപ്ഷനാണ് കറക്റ്റ്. മറ്റു ഓപ്ഷനുകളിൽ ഇതേ ചിത്രം ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്തോറും കുറച്ചുകൂടെ പ്രയാസമുള്ളതായിട്ട് വരും, ഡിഫിക്കൽട്ട് ആവും. അപ്പം നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കണം. കണ്ടോ? ഇങ്ങനത്തെ ഒരു ഷേപ്പ് കണ്ടോ? എ ഫിഗറിലാണ്, എ ഓപ്ഷനിലാണ് ഇതേ ഷേപ്പ് അവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് എ ഓപ്ഷനാണ് കറക്റ്റ്. ഒപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റു ഓപ്ഷനുകൾ ശ്രദ്ധിക്കുകയും വേണം. മറ്റു ഓപ്ഷനുകൾ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടെ വേണം. അടുത്തത് നോക്കാം. അഞ്ചാമത്തെ ചിത്രം, ഫിഫ്ത്ത് പ്രോബ്ലം നോക്കാം. എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കണം.
നാലാമത്തെ ഓപ്ഷനിലാണ് നമ്മൾ അതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടിയത്. ഫോർത്ത് ഓപ്ഷനാണ് ഡി, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. മറ്റു ഓപ്ഷനുകളിൽ നമ്മൾ നോക്കണം, ഈ ഷേപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അടുത്തത് 6th ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വരകളും ഉണ്ടായിരിക്കണം, നമ്മൾ കണ്ടെത്തുന്നതിൽ എല്ലാ വരകളും ഉണ്ടായിരിക്കണം. സി ഓപ്ഷനിലാണ് ഈ ഷേപ്പ് നമുക്ക് കാണാൻ സാധിച്ചത്. സി ഓപ്ഷനിലാണ് ഇതേ ഷേപ്പ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിലെല്ലാ വരകളും വേണം നമ്മൾ കണ്ടെത്തുന്നതിൽ, എല്ലാ വരകളും നോക്കണം. നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിലുണ്ട്, പക്ഷെ റൈറ്റിലുള്ള ഒരു വര ഇല്ല. ഒന്നാമത്തെ ഓപ്ഷനിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വര ഇല്ലാത്തതാണ് ഒന്നാമത്തെ. നമുക്ക് ഇങ്ങനെ ഒരു വര അവിടെ ഇല്ലാത്തതാണ്, ബാക്കിയെല്ലാം ഉണ്ട്, ഇതില്ലാത്തതാണ് നമുക്കിവിടെ ഈ ഇത് ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റാത്തത്. സി ഓപ്ഷനാണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തേത് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ഷേപ്പ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മളിതാ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ വരകളും കാണണം. അവിടെ ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ടുള്ള ഫിഗേഴ്സിലെ എല്ലാ ഫിഗറും നമുക്കിതിൽ കാണണം. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മറ്റു ഓപ്ഷനുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് കാണുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബാക്കി എവിടെ ഇല്ല, ബാക്കി എവിടെ ഈ ഷേപ്പ് ഇല്ല, അതിൻ്റെ ഉള്ളിലാണ്. നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെറുതായ പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതേ ഷേപ്പ് വരുന്നത് ആ ഫിഗറിലാണ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എംബഡഡ് ഫിഗർ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് ക്വസ്റ്റ്യൻ ഫിഗർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഏത് ഫിഗറിലാണ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തണം. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. മറ്റ് ചിത്രങ്ങളിൽ ഇല്ല, ഇതുപോലത്തെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടെത്തണം. നമ്മളിവിടെ കണ്ടെത്തുന്നത് തിരിക്കാതെ മറിക്കാതെയൊക്കെയാണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ എ ഓപ്ഷനിൽ എവിടെയാണ് ഈ ഫിഗർ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടെത്തിയല്ലോ. ഇവിടെയാണ് ആൻസർ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കിട്ടിയോ? 11ാമത്തെ നിങ്ങൾ ആലോചിക്കൂ. കിട്ടിയോ? കണ്ടെത്തിയോ? എല്ലാ വരകളും വേണം. ഈ അടുത്ത ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗറിലുള്ള എല്ലാ വരകളും നമ്മളവിടെ കാണണം. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ബി ഓപ്ഷൻ. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. 12th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ആൻസർ കണ്ടെത്തിയിട്ടുണ്ടാവും. 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റ് ഓപ്ഷൻ എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്നുള്ളത് നമ്മൾ നല്ലതുപോലെ നോക്കി വേണം കറക്റ്റ് ഓപ്ഷൻ നമ്മൾ എഴുതാൻ. അടുത്ത ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ കണ്ടെത്തണം. ഏതൊക്കെ ഷേപ്പാണ് തന്നിരിക്കുന്നത് നോക്കണം. എവിടുന്നാ അത് കിട്ടുക നോക്കണം. വേറെ ചിത്രം നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ മറ്റ് ചിത്രങ്ങളിൽ മറ്റ് ഓപ്ഷനുകളിൽ ഉണ്ടോ നോക്കി വേണം വീണ്ടും ഒന്നും കൂടെ നമ്മൾ വരച്ച് നോക്കാൻ. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മറ്റേലൊന്നും ഈ ഷേപ്പില്ല. അടുത്തത് 14th ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയോ നിങ്ങൾക്ക്? സി ഓപ്ഷൻ. വേണമെങ്കിൽ നമുക്ക് എ ഓപ്ഷനിൽ നിന്നും കണ്ടെത്താം. പക്ഷെ വലിപ്പത്തിലൊരു വ്യത്യാസം കുറവുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പം അതേ വലിപ്പമുള്ളത് സി ഓപ്ഷനാണ്. അതുകൊണ്ടാണ് സി തിരഞ്ഞെടുത്തത്. വേണമെങ്കിൽ നമ്മൾ എ ഓപ്ഷനിൽ നിന്നും അത് കണ്ടെത്താം. പക്ഷെ വലിപ്പത്തിലൊക്കെ വ്യത്യാസമുണ്ട്, സൈസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സി ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. 15th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. കണ്ടെത്തിയല്ലോ, വരയ്ക്കാൻ കഴിഞ്ഞല്ലോ. ബാക്കിയുള്ളതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. അതാണ്. അടുത്തത് 16th ക്വസ്റ്റ്യൻ. 16th 1. സി ഓപ്ഷനാണ് കറക്റ്റ്. ഷേപ്പ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടാവും. എംബഡ് ചെയ്ത് വെച്ചത് കണ്ടെത്തിയിട്ടുണ്ടാവും. അടുത്ത 17th ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കിട്ടിയല്ലോ എല്ലാവർക്കും. എവിടെയാണ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏത് ഓപ്ഷനിലാണെന്ന് നമുക്ക് മനസ്സിലായി.
എ ബി സി ഓപ്ഷനുകളിലില്ല. ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബി ഓപ്ഷൻ കറക്റ്റ്. കിട്ടിയല്ലോ അല്ലേ? ബി ഓപ്ഷൻ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയോ ചിത്രങ്ങളിൽ ഇതുപോലത്തെ കാണുന്നുണ്ട്. ഡിയിൽ കാണുന്നുണ്ട്, ബിയിൽ കാണുന്നുണ്ട്, എയിൽ കാണുന്നുണ്ട്. പക്ഷെ സൈസ് കൂടെ കണക്കാക്കി വരുമ്പോൾ ബി ഓപ്ഷൻ കറക്റ്റ് ആൻസർ. എ ബി ഡി 3 കാണുന്നുണ്ട്, 3 ഓപ്ഷനുകളിലും. പക്ഷെ സൈസ് കൂടെ നോക്കുമ്പോൾ ബി ഓപ്ഷൻ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് കണ്ടെത്തുക. എ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ബാക്കിയുള്ളതിലൊന്നും ഇല്ല. എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യൻ. എ ഓപ്ഷനാണ് കറക്റ്റ് വരിക. എ ഓപ്ഷൻ കറക്റ്റ്. ഡയറക്ഷനും കൂടെ ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് നോക്കാം. അല്ല, ചേഞ്ച് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ അത് നോക്കാം. ഇതല്ലാതെ തന്നെ നമുക്ക് എ ഓപ്ഷൻ കിട്ടി. നെക്സ്റ്റ് 22nd ക്വസ്റ്റ്യൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ചെറിയ വരകളും കൂടെ വേണം. എല്ലാ ചെറിയ വരകളും കൂടെ അതിൽ വേണം. ചിലതിങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ഫിഗറിൽ തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സി ആണ് കറക്റ്റ്. സി ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ. ഓപ്ഷൻ കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയല്ലോ. എവിടെയാണെന്ന് കണ്ടെത്തിയല്ലോ. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ, 24th ക്വസ്റ്റ്യൻ. ഏതൊക്കെയോ ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരേപോലെയുള്ള ഓപ്ഷനുകൾ കാണുമ്പോൾ സൈസ് കൂടെ പരിഗണിക്കണം. ഒരേപോലെയുള്ള ഓപ്ഷനുകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ സൈസ് കൂടെ നോക്കണം. കാരണം സി ഓപ്ഷനിൽ, അതുപോലെ തന്നെ ഡി ഓപ്ഷനുകളിൽ ഇതേപോലത്തെ ഏകദേശം ബി പോലെയുള്ള ഷേപ്പ് അവിടെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ സൈസ് കൂടെ പരിഗണിച്ച് നോക്കുമ്പോൾ എ ഓപ്ഷനാണ് കറക്റ്റ്, കൂടുതൽ ശരി. അതുകൊണ്ട് ഓപ്ഷൻ എ. മാത്തമാറ്റിക്സ് നവോദയ പ്രവേശന പരിശീലന രംഗത്ത് കഴിഞ്ഞ 27 വർഷമായി വളരെ മികച്ച രീതിയിൽ മുന്നേറുന്നു. മാത്തമാറ്റിക്സിലൂടെ പഠിച്ച് നിരവധി കുട്ടികളാണ് നമ്മുടെ കേരളത്തിലെ പല വിദ്യാലയങ്ങളിൽ, നവോദയ വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നത്.
നവോദയ 6ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം തുടരുന്നു. പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾ ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 9446487743, 9497645358. വേഗമാവട്ടെ. മാത്തമാറ്റിക്സിലൂടെ ചേർന്ന് നിങ്ങൾക്കും നവോദയ വിദ്യാലയത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കാം. താങ്ക് യു.